സംസ്ഥാനത്തെ വൈദ്യുതി നിയന്ത്രണത്തിൽ വലഞ്ഞു ജനങ്ങൾ. വൈദ്യുതി നിയന്ത്രണത്തിന് കൃത്യമായ സമയക്രമം ഇല്ലാത്തതാണ് പ്രതിസന്ധി. നിയന്ത്രണം വരും ദിവസങ്ങളിലും തുടരും. അതിനിടെ റൗണ്ട് ക്ലോക്ക് അടിസ്ഥാനത്തിൽ 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ KSEB റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി തേടിയിട്ടുണ്ട്. കേരളം ഇതുവരെ ഇങ്ങനത്തെ ഒരു പവർ സർജിലേക്ക് ഇതുവരെ ഇങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരു ഡിമാൻഡാണ് ഉള്ളത്. ഒരു സൈഡ് ഡിമാൻഡ് കൂടി, നമ്മളിത് ഇതുവരെ ഇല്ലാത്ത ഡിമാൻഡ് കൂടി, അടുത്ത സൈഡ് ഇതുവരെ ഇല്ലാതെ സപ്ലൈയും കിട്ടുന്നില്ല എന്നുള്ള അവസ്ഥയാണ്. ഈ പ്രതിസന്ധി മറികടക്കാൻ വൈദ്യുതി നിയന്ത്രണമല്ലാതെ വഴിയില്ലെന്ന് KSEB പറയുമ്പോഴും ഏത് സമയത്ത് എത്ര നേരം നിയന്ത്രണം എന്നത് കൃത്യമായി പറയാത്തതാണ് ജനങ്ങളെ വലക്കുന്നത്. നിയന്ത്രണത്തിനുള്ള സമയക്രമം നേരത്തെ അറിയിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. നിയന്ത്രണം വരും ദിവസങ്ങളിലും തുടരും. ഒരുപാട് അനാവശ്യ ദുരുപയോഗമുണ്ടെന്നൊരു യാഥാർത്ഥ്യമാണ്. അത്യാവശ്യ ഉപയോഗത്തിന് നമുക്ക് സാധിക്കാത്ത സാഹചര്യം വരുമ്പോൾ ദുരുപയോഗം അവരവരെ നിയന്ത്രിക്കണം. കുറച്ച് നാളത്തേക്ക് പ്രയാസമുണ്ടാകും. റൗണ്ട് ക്ലോക്ക് അടിസ്ഥാനത്തിൽ 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാനാണ് KSEBയുടെ തീരുമാനം. റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി ലഭിച്ചാൽ 2 ദിവസത്തിനകം വൈദ്യുതി ലഭ്യമായി തുടങ്ങും. പീക്ക് ടൈമിൽ ഉയർന്ന നിരക്കിൽ ഡി പോർട്ടൽ വഴി ഹ്രസ്വകാലാടിസ്ഥാനത്തിൽ വൈദ്യുതി വാങ്ങുന്നതും പരിഗണനയിലാണ്. അതേസമയം ഉപഭോക്താക്കളും ഉപയോഗത്തിൽ നിയന്ത്രണം കൊണ്ടുവരണമെന്നാണ് KSEBയുടെ അഭ്യർത്ഥന. റിപ്പോർട്ടർ, തിരുവനന്തപുരം.